ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 175 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. തമിഴ്നാടും അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. സെക്കൻഡിൽ 2778 ഘനയടി വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ജലനിരപ്പ് ഉൾക്കറവ് പരിധിയായ 136 അടിയിൽ എത്തിയതിനെ തുടർന്നാണ് അണക്കെട്ട് തുറന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ തന്നെ ജലനിരപ്പ് 136 അടിയിൽ എത്തിയിരുന്നു. രാത്രിയിൽ അണക്കെട്ട് തുറക്കരുതെന്ന കോടതി ഉത്തരവുള്ളതിനാലും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് രാവിലെ തുറക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ ജലനിരപ്പ് 136.2 അടിയായി ഉയരുകയും ചെയ്തു. ഇതോടെ ഉച്ചയ്ക്ക് 11:35-ന് അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. നിലവിൽ സെക്കൻഡിൽ 175 അടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കുന്നു. സെക്കൻഡിൽ 3707 അടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്നതാകട്ടെ സെക്കൻഡിൽ 2117 അടി വെള്ളമാണ്. ഷട്ടറുകൾ ഉയർത്തിയെങ്കിലും പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ വീടുകളിലേക്ക് വെള്ളം കയറാനിടയില്ല. ആശങ്ക വേണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. എങ്കിലും പെരിയാർ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. നിലവിൽ 136.2 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. അതേസമയം ജൂലൈ മാസം 136.3 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഉൾക്കർവ്. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ നാളെ അടയ്ക്കാനാണ് സാധ്യത. ഇടുക്കി വിഷൻ, കുമളി.